നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് കുചേല ദിനമാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ കുചേല ദിനത്തിൻ്റെ ആശംസകൾ നേരാണ് കേട്ടോ. ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കുചേല ദിനത്തിന് അവിൽ സമർപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമർപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് വീഡിയോസ് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ കുറച്ച് പേര് ചോദിച്ചു എന്തേ കുചേലൻ്റെ കഥ പറയാഞ്ഞെന്നുള്ളത്. നമ്മളതിൽ പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ മാത്രമേ, ആ തത്വങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കഥ എന്തേ പറയാഞ്ഞത് ചോദിച്ചു കേട്ടോ. നമ്മുടെ ചാനലിൽ മുൻപ് ആ കഥ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. പക്ഷെ അത് കേൾക്കാനായിട്ട്, ഇനിയും കഥ കേൾക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് കുചേലൻ്റെ കഥ തന്നെ പറഞ്ഞോളൂ എന്നുള്ളത്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുചേലൻ്റെ കഥ തന്നെയാണ് കേട്ടോ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യമൊക്കെ കാണുമ്പോൾ, ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചതൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ണ് നിറയുക ചെയ്യുക, സങ്കടം വരിക ചെയ്യുക, അല്ലെ? സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ്. പക്ഷെ ഇന്നത്തെ കഥയിൽ നമുക്ക് അത് സന്തോഷത്തോട് തന്നെ പറയാം. അതായത് ഭഗവാൻ തൻ്റെ കൂട്ടുകാരനെ കാണുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടാകുക, അല്ലെ? പഴയ കാലത്തെ ചങ്ങാതിമാരെ നമ്മൾ കാണുമ്പോൾ സന്തോഷമില്ലേ വരിക? പണ്ടത്തെ ആ ഓർമ്മകളൊക്കെ അവരിങ്ങനെ പുതുക്കില്ലേ? അപ്പം അതേപോലെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് ആ കഥ പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് കുചേലനും ഭഗവാനും തമ്മിലുള്ള ആ ഒരു കഥയാണ് കേട്ടോ. പിന്നെ നമുക്ക് അലങ്കാരം പറയണ്ടേ? ഇന്നലത്തെ അലങ്കാരം കൂടെ പറയുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്തെ വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു കയ്യിൽ വെണ്ണയും പിടിച്ചിട്ട് ഒരു കയ്യിൽ പൊന്നോടക്കുഴലുമായിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞുണ്ണിയായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളും. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളും. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പം നമുക്ക് കുചേലനെ പറ്റി പറയാട്ടോ. അദ്ദേഹം ദരിദ്രനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ, ഇപ്പോൾ ശ്രാദ്ധം, പിറന്നാൾ, വിവാഹം ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് ക്ഷണിക്കൊന്നും വേണ്ട, അങ്ങോട്ടേക്ക് പോകാം, എന്നിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അങ്ങനെയാണ് ജീവിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതും ഇല്ല. അപ്പം ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്നുമില്ല. എവിടുന്നും ഒന്നും കിട്ടാത്ത ഒരു 2-3 ദിവസം ആയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പത്നിയാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും, ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കും, ഒന്ന് പോയിട്ട് കൃഷ്ണനെ കണ്ടുകൂടെ, എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചുകൂടെ എന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പത്നി ചോദിക്കുക. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് ഈ പത്നി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ, കുചേലൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ തോന്നുകയാണ്, ഭഗവാന് തന്നെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കുമോ, അതായിരിക്കുമോ ഇവരിങ്ങനെ പറയുന്നുണ്ടാവുക എന്ന് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു തൻ്റെ പത്നിയുടെ അടുത്ത്, കല്യാണി, ഞാനിപ്പോൾ കല്യാണി എന്നാണ് കേട്ടോ പത്നിയുടെ പേര്, ഞാനിപ്പോൾ നാളെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്താ കൃഷ്ണന് കൊടുക്കാനായിട്ട് ഉണ്ടാവുക എന്ന് ചോദിച്ചു. ശരിക്കും കഴിഞ്ഞ 3 ദിവസമായിട്ട് ഒന്നും കഴിക്കാനില്ല, വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേദിക്കാനായിട്ട് എടുക്കും. പക്ഷേ ഈ 3 ദിവസമായിട്ട് നേദിക്കുന്നതും പച്ച വെള്ളം തന്നെയാണ് കേട്ടോ. അത് ഇദ്ദേഹത്തിനും അറിയാം. എന്നിട്ടും എന്താണ് ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത്, അതായത് എന്താണ് ഭഗവാന് കൊടുക്കാനുണ്ടാവുക എന്നാണ് അപ്പോഴും ചോദിക്കണതേ. അപ്പം ഇദ്ദേഹത്തിൻ്റെ പത്നി ഒന്നും ഇടില്ല, വെറുതെ ഒന്ന് മൂളി. കാരണം ഒന്നും പറയാനായിട്ടില്ല, ഇനിയിപ്പോൾ എന്താ കൊടുക്കേണ്ടതെന്ന് അവർക്കും അറിയില്ല. പിറ്റേ ദിവസമാണ് പോകണമെന്ന് പറയണത്. ഇപ്പോൾ രാത്രി എല്ലാവരും കിടന്നുറങ്ങിയ സമയമാണ്. ആ സമയമാകുമ്പോഴേക്കും എന്തെങ്കിലും ചെയ്യാമെന്ന് അവരും വിചാരിച്ചു, പത്നിയും വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, വേഗം പുറത്തേക്ക് ഇറങ്ങിട്ടോ. യാചിക്കാനായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണത്. അപ്പോൾ എല്ലാവരും ഉറങ്ങിയ സമയമല്ലേ, അവരുടെ ആ ഒരു ഗ്രാമം നിൽക്കുന്ന ആ ഒരു തെരുവിലേക്ക് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത്, അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്, ഒരു പൊതുവഴിയുണ്ട്, ആ ക്ഷേത്രത്തിനോട് തൊട്ടടുത്തൊരു ആൽമരമുണ്ട്, പിന്നെ ഒരു കൽവിളക്കുണ്ട്. അപ്പോൾ ആ കൽവിളക്കിലെ 2 തിരി കെടാതെ ഇങ്ങനെ തെളിഞ്ഞു കത്തുന്നു കേട്ടോ. അത്രേ ഉള്ളൂ. അതാണ് അവിടുത്തെ സങ്കല്പം, അങ്ങനെയാണ് പറയുക. അപ്പോൾ വേറെ എല്ലാവരും ഉറങ്ങിയിരിക്കുക. അങ്ങനെ അവിടെ നിന്നിട്ട് ഈ സ്ത്രീ ഉറക്കെ വിളിച്ച് ചോദിക്കണം, ശബ്ദമൊക്കെ ഇടറിയിട്ടാണ് കേട്ടോ ചോദിക്കണത്, നാളെ എൻ്റെ ഭർത്താവ് ലക്ഷ്മി വല്ലഭനായിട്ടിരിക്കുന്ന കൃഷ്ണനെ കാണാനായിട്ട് പോകുക എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് നൽകാൻ, ഭഗവാന് നൽകാനായിട്ട് ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശബ്ദം ഇടറിക്കൊണ്ടാണ് ഈ സ്ത്രീ ഇത് ചോദിക്കുന്നത് കേട്ടോ. ആരും ഇല്ല, എന്നാലും ഉറക്കെ ചോദിക്കുകയാണ്. അപ്പോൾ 2 തവണ ചോദിച്ചപ്പോഴും ആരും ഒന്നും കൊണ്ടുവന്ന് തരണമൊന്നുമില്ല, ആരും ഇല്ലല്ലോ അവിടെ.
മൂന്നാമത്തെ തവണ വിളിച്ചപ്പോൾ ഒരാൾ തലയിൽ ഇങ്ങനെ മുണ്ടൊക്കെ ഇട്ടിട്ട് ഓടി വന്നിട്ട് ഒരു 4 പിടി അവിൽ കൊണ്ടുവന്ന് ഈ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു. സന്തോഷമായി, ഇത് കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ. അത് ഭഗവാൻ തന്നെയാണെന്ന് പറയാറുണ്ട് കേട്ടോ. ഭഗവാൻ ദ്വാരകയിൽ നിന്ന് ഓടിപ്പോന്നതാണെന്ന്. ദ്വാരകയിലുള്ള പീഡികകളൊക്കെ അടയ്ക്കുന്നതിന് മുൻപായിട്ടേ വേഗം അവിടെ നിന്ന് പോയിട്ട് കുറച്ച് അവിലെടുത്തിട്ട് ഈ സ്ത്രീക്ക് കൊണ്ടുവന്ന് കൊടുത്തതാണെന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് അനുസ്മരിക്കാറുള്ളത്. അങ്ങനെ ഇവർക്ക് നല്ല സന്തോഷമായി. അതുമായിട്ട് തൻ്റെ വീട്ടിലേക്ക്, തൻ്റെ കുടിലിലേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം ഇദ്ദേഹം കുളിയും തേവാരമൊക്കെ കഴിഞ്ഞിട്ട് പോകാനായിട്ട് പുറപ്പെടുക. അപ്പോൾ ഈ പത്നി 4 പിടി അവിൽ കൊണ്ടുവന്നിട്ട് അവരുടെ കയ്യിലുള്ള ഏറ്റവും നല്ല വസ്ത്രം, എല്ലാം പഴകിയതാണ്, അതിൽ തന്നെ ഏറ്റവും നല്ലതിൻ്റെ ഒരു തലപ്പ് കീറിയിട്ട് കിഴി കെട്ടിയിട്ട് കൊടുത്തുട്ടോ. ഭഗവാന് സമർപ്പിക്കുന്നത് പോലെയാണ്, ഭഗവാന് നേരിട്ട് കൊടുക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ 4 പിടി അവിൽ വെച്ചു കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം യാത്ര തിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ 100,000 ചിന്തകളാണ്. കാരണം ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുമോ തന്നെ, ഭഗവാന് മനസ്സിലാകുമോ, എന്തെങ്കിലുമൊക്കെ മിണ്ടോ? കാരണം കുറേ വർഷങ്ങളായില്ലേ, ചെറിയ കാലത്ത്, അതായത് ആ ഗുരുകുല വിദ്യാഭ്യാസം പഠിക്കുന്ന സമയത്ത് കണ്ടതാണ്. ഇപ്പം എല്ലാവരും വലുതായില്ലേ, അപ്പോൾ രൂപവും ഭാവമൊക്കെ, മുഖച്ഛായൊക്കെ മാറി. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുമോ, തൻ്റെ അടുത്തേക്ക് ഓടി വരുമോ, അപ്പോൾ എന്തൊക്കെയായിരിക്കും മിണ്ടുക, എന്തൊക്കെയാ പറയുക, അങ്ങനെയുള്ള ചിന്തകളാണ്. പിന്നെ വിപ്രന്മാരനെയൊക്കെ നല്ല ഇഷ്ടമാണെന്നാണ് കേട്ടിരിക്കുന്നത്, അവരേനൊക്കെ നല്ല കാര്യമാണെന്നാണ്. അതുകൊണ്ട് എന്തായാലും അടിപ്പായിക്കില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഇദ്ദേഹം നടന്നു പോകുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ആ വഴിവക്കിൽ 2 ചകോര പക്ഷികൾ ഇരിക്കുന്നത് കണ്ടു. അതായത് ഈ ചെമ്പോത്ത് എന്ന് പറയില്ലേ, ഉപ്പൻ, അങ്ങനെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ സന്തോഷമായി. കാരണം അത് നല്ല ശകുനാണെന്ന് പറയാം. അതുകൊണ്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് പോണത്. പിന്നെ ഭഗവാനെ കാണാലോ, ആയം ഹി പരമോലഭു ഉത്തമ ശ്ലോക ദർശനം, അതായത് ആ ഉത്തമ ശ്ലോകത്തെ ദർശിക്കാലോ എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ. എല്ലാം പോയി ചോദിക്കാമെന്നല്ല, ഭഗവാനെ കാണാലോ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അവിടെ എത്തുന്നത് വരെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ദ്വാരകയിലെത്തി. അപ്പോൾ എവിടേക്കാണ് പോകേണ്ടത്? ഒരുപാട് കൊട്ടാരങ്ങൾ, മണിമാളികൾ ഇങ്ങനെ കാണല്ലേ. അപ്പോൾ ഒരു കൊട്ടാരത്തിന്റെ അവിടെ വലിയ ഇങ്ങനെ നിരനിരയായിട്ട് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ക്യൂ സംവിധാനമാണ്. അപ്പോൾ അവിടെ ഭടന്മാർ അവർക്ക് വേണ്ട ചായ, കാപ്പി, അപ്പോൾ ഓരോ സമയത്തിനും ഓരോ ഭക്ഷണങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അവർ. കാരണം കുറേ നേരമായിട്ട് ക്യൂവിൽ നിൽക്കുമ്പോഴൊക്കെ ഇല്ലേ അങ്ങനെ വന്നിട്ട് സഹായിക്കുക. അപ്പോൾ ഭഗവാനെ കാണാനായിട്ട് കാത്തു നിൽക്കുന്നവരുടെ ആ ഒരു ക്യൂ ആണ്. അപ്പോഴാണ് താൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ മുഷിഞ്ഞ വസ്ത്രവും ഈ അവിൽപ്പൊതിയും ഒരു കുടയും, അത് കീറിയ കുടയൊക്കെ ആയിട്ടാണ് വരണതേ. അങ്ങനെ പോണത്. അപ്പോൾ അവിടെ ഇരിക്കുന്നവരൊക്കെ വലിയ വലിയ, അതായത് സമ്പന്നരായിട്ടുള്ള ആളുകളാണ്, രാജാക്കന്മാരാണ് കേട്ടോ, കേമന്മാരായിട്ടുള്ള ആളുകൾ അവിടേക്ക് ഇരിക്കുന്നത്. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഭഗവാനെ കാണുമ്പോൾ നൽകാനായിട്ടേ. അപ്പോൾ അതിൽ ഒരു രാജാവ് പറയുന്നുണ്ട്, അതെ ഞാനേ കാശ്മീരിൽ നിന്ന് വന്നിട്ടുള്ളത് രാജാവാണ്, ഞാൻ എന്തൊക്കെയാ ഭഗവാന് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കണെന്ന് അറിയോ? കുങ്കുമപ്പൂക്കളാണ്, ഇത് കുങ്കുമമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അതും ലോറി കണക്കിനെന്നാ പറയണത്, അത്രയധികം കൊണ്ടുവന്നിരിക്കുക. പിന്നെ അത് കൂടാതെയുള്ള സ്വർണ്ണങ്ങൾ, സമ്മാനങ്ങളൊക്കെ വേറെ. എന്നിട്ട് എന്താ, 4 മാസമായി ഞാനിവിടെ ഇരിക്കണം, ഇതുവരെ ഭഗവാനെ ഒന്ന് കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടുത്തിരിക്കുന്ന വേറൊരു രാജാവ് പറയും, ഇതൊക്കെ കുചേലൻ നിന്ന് കേൾക്കണുണ്ടേ. അടുത്ത രാജാവ് പറയാം, അതെ താൻ വന്നിട്ട് 4 മാസത്തിലായിട്ടുള്ളൂ, ഞാൻ വന്നിട്ട് 1 വർഷം കഴിയാനായി, ഇതുവരെ എനിക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിച്ചില്ല. ഞാൻ വന്നിരിക്കുന്നതേ കോലാർഖനയിൽ നിന്നാണ്. അപ്പോൾ അവിടുന്ന് സ്വർണം, പവിഴം എല്ലാം 4-5 ലോറി ഒന്നല്ല, 8-10 ലോറിയൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കണേ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുക. ഞാൻ പിന്നെ രാവിലെ വരും, ഇവിടെ ഇരിക്കും, കാണാൻ പറ്റില്ല, വൈകുന്നേരം ആകുമ്പോൾ പോകും, പിന്നെ പിറ്റേ ദിവസം ഇതേപോലെ വരും, കാത്തിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം പറയണത്. അപ്പോൾ കുചേലനാണെങ്കിലോ ഇതൊക്കെ കേട്ടു കേട്ടോ. ഇത്രയും വലിയ കേമന്മാര് ഈ കണ്ട സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് ഭഗവാനെ കാത്തിരിക്കുക. എന്നിട്ട് ഇതുവരെ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല, ഒന്ന് ദർശിക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് താൻ വന്നിരിക്കണേ. അതും എങ്ങനെയാ വന്നിരിക്കണേ, ഒന്നുമില്ല തൻ്റെ കയ്യിൽ, ഒരു 4 പിടി അവിലുണ്ട്, അതും ആകെ മുഷിഞ്ഞിട്ടുള്ള വേഷത്തിലൊക്കെയാ വന്നിരിക്കണേ. ഇപ്പോൾ ഈ അവിൽ തന്നെ അത് കൊട്ടനവില, അതിലൊരു ശർക്കര പൊട്ട് പോലും ഇട്ടിട്ടില്ല, നാളികേരം ഒന്നും ചിരകിയിട്ടിട്ടില്ല, അതുമായിട്ടാണ് വന്നിരിക്കണേ. ഇപ്പോൾ ഒരു 4-5 ചാക്ക് അവിലായിട്ടാണ് വന്നിരിക്കണമെങ്കിൽ അതെങ്കിലും ഉണ്ടെന്ന് പറയാം. ഇതെന്താ ഉള്ളത് എൻ്റെ കയ്യിൽ? ഒന്നുമില്ല. അപ്പം ഇങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് ഇനിയിപ്പോൾ എന്താ താൻ ചെയ്യണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് കുചേലൻ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ആകെ പകച്ച് പരിഭ്രമിച്ച് നിൽക്കുമ്പോഴാണ് ഭഗവാൻ ഇദ്ദേഹത്തെ ദൂരെ നിന്ന് തന്നെ കണ്ടു. താഴെ തൻ്റെ വയസ്സേനെ ദൂരത്തു കണ്ടു ഓടി വരികയാണ് ചെയ്യണത്. അതായത് അത്രയും രാജാക്കന്മാരവിടെ കാത്തു നിൽക്കുക. അതിനിടയിൽ കൂടെ ഭഗവാൻ ഓടി വന്നിട്ട് എടുത്തുകൊണ്ട് പോകുകയാണ്, നിലം തൊടാതെയാണ് പോകുന്നത്. അപ്പോഴാണ് എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂന്ന്. അതായത് സന്തോഷം കൊണ്ടാണ്, അല്ലാതെ ഒന്നും ഭഗവാൻ കരഞ്ഞിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ. സന്തോഷം കൊണ്ടുള്ള ആനന്ദക്കണ്ണീരാണെന്നാണ് പറയണത്.
അങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ടോ രുക്മിണിയുടെ കൊട്ടാരത്തിലെത്തി. അപ്പോൾ അവിടെ രാമേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്ന ഒരു ഇരിപ്പിടമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ടാണ് ഇരുത്തുന്നത്. അപ്പോഴേക്കും രുക്മിണി എല്ലാ ഭാര്യമാരും ഓടി വന്നു കേട്ടോ, ഇത് ആരാന്നറിയാൻ വേണ്ടിയിട്ടേ. കാരണം ഇവരൊക്കെ ഇങ്ങനെ കാത്തു കാത്തു നിൽക്കുമ്പോൾ കമ്പിളിയും അതുപോലെ തന്നെ ഓരോരോ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള രാജാക്കന്മാർ, കേമന്മാരായിട്ടുള്ള രാജാക്കന്മാരെ കാത്തു നിൽക്കുമ്പോൾ അതിനിടയിൽ കൂടെ ഭഗവാൻ പോയിട്ട് എടുത്തുകൊണ്ടാണ് വരണതേ. അപ്പോൾ ഇത് ആരാന്നറിയില്ലോ, ഏത് മഹാത്മാവിനെയാണ് ഈ കൊണ്ടുവന്നിരിക്കണമെന്ന് അറിയില്ല. അപ്പോൾ രുക്മിണി ഓടി വന്നു, അലവട്ടവും വെഞ്ചാമരമൊക്കെ എടുത്തിട്ട് വീശുന്നുണ്ട്. എല്ലാ പരിചാരകന്മാരും എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ഭഗവാനാണെങ്കിലോ ഇദ്ദേഹത്തെ കാലൊക്കെ കഴുകിച്ച് ആ ഒരു തീർത്ഥമൊക്കെ ശിരസിൽ തെളിച്ച് ബാക്കി എല്ലാവർക്കും തെളിക്കാനായിട്ട് കൊടുത്തു. അങ്ങനെ പൂജയും ആരതി ഒഴിയിലും എല്ലാം കഴിഞ്ഞു. അപ്പോഴും ഇവരൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക, ഇത് ആരാണാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഭഗവാനൊന്നും മിണ്ടണില്ല, കുചേലനും ഒന്നും മിണ്ടണില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒന്നും മിണ്ടിയാലല്ലേ ഇത് ആരാണെന്ന് മനസ്സിലാകുക. അപ്പോഴാണ് ഭഗവാൻ പറയണത്, അങ്ങേക്ക് എന്നെ ഓർമ്മയില്ലേ, നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചത് എന്ന് ചോദിച്ചു ഭഗവാൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ക്ലാസ്മേറ്റ്സ് ആണെന്ന് മനസ്സിലായി. പിന്നെ അങ്ങോട്ട് കഥ പറച്ചിലാണ് കേട്ടോ. അന്ന് ചെറുപ്പകാലങ്ങളിൽ ചെയ്ത ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുത്തിട്ട് ഭഗവാൻ ഇങ്ങനെ ചോദിക്കുക, അങ്ങനെ ഓർമ്മയില്ലേ, ഇങ്ങനെ ഓർമ്മയില്ലേ, നമ്മൾ ഒരുമിച്ച് വിറക് പറക്കാനായിട്ട് കാട്ടിലേക്ക് പോയത് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുക. അന്ന് ഗുരുപത്നിയാണ് പറഞ്ഞത്, കുട്ടികളെ ഇന്നത്തെ അത്താഴം വൈകൂട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ അമ്മയും ചോദിച്ചു. അതെ, പച്ച വിറകാണ്, ഉണങ്ങിയ വിറകൊന്നുമില്ല, അതുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കാനായിട്ട് താമസിക്കുന്നു പറഞ്ഞു. അപ്പോൾ അത് സാരമില്ലമ്മ, ഞങ്ങൾ പോയിട്ട് പെറുക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ കാട്ടിലേക്ക് പോയത് ഓർമ്മയില്ലേ. അപ്പോൾ ദൂരെയുള്ള കാട്ടിലേക്കാണ് കേട്ടോ പോയിരിക്കണേ. കാരണം കാട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭഗവാനെ വൃന്ദാവനത്തിൻ്റെ ഒരു ചിന്തയാണ് വരിക. അവിടെ കാട്ടിൽ കളിച്ച് നടന്നതും ഓരോരോ സർക്കസുകൾ കാണിച്ചതും, അപ്പോൾ എല്ലാ കലാവിരുതുകളും കുറുമ്പുകളൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കണമല്ലോ, തൻ്റെ ആ ഒരു കേമത്തൊക്കെ കാണിക്കണ്ടേ. അതിന് വേണ്ടിയാണ് ഈ ദൂരെ കാട്ടിലേക്ക് പോയിരിക്കണതേ. എന്നിട്ട് വിറകൊക്കെ നമ്മൾ ശേഖരിച്ചത് ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കുചേലൻ ഇങ്ങനെ അന്തമിട്ടിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഭഗവാൻ തന്നെ മനസ്സിലാകുമോ എന്നാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓർമ്മിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വിറകൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇടിയും മിന്നലും നല്ല പെരുമഴയാണ് പെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ കുട്ടികൾക്കൊന്നും കണ്ണൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പേടിച്ച് വരച്ചിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്നതായിട്ട് ഓർമ്മയില്ലേ എന്ന് ചോദിക്കണത്. അപ്പോൾ ആ സമയത്താണ് രാമേട്ടൻ ഇവിടെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. രാമേട്ടൻ പറയണത്, അതെ, ഗുരുവിനോടുള്ള സ്നേഹം ഇപ്പം അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ സ്നേഹമുള്ളവർ ഈ വിറക് നനയ്ക്കില്ല എന്ന് രാമേട്ടൻ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾ ഈ വിറകിൻ്റെ മുകളിൽ ഇങ്ങനെ കമിഴ്ന്ന് കെടുക്കുകയെന്ന് നനയാതിരിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെയും കൂടെ അനുസ്മരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഭഗവാൻ ഈ രാമേട്ടൻ പറഞ്ഞു കേട്ട് പറയുന്നുണ്ട്, രാമേട്ടൻ അങ്ങനെയൊക്കെ പറയാം, ഒരു ഭണത്തിൻ്റെ മുകളിൽ കടുകുമണി പോലെ ഭൂമിയെ കൊണ്ട് നടന്നിട്ടുള്ള ആളാണ്, അതങ്ങനെയൊക്കെ പറയാം, നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് കുചേലൻ പറഞ്ഞത്, സാരില്ല, ഞാൻ ചുമന്നോളാം വിറക് എന്ന് പറയണം. അങ്ങനെ കുട്ടികൾ ഇങ്ങനെ വിറക് ചുമന്ന് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് രാത്രിയിൽ ഒരു മൂങ്ങയുടെ കരച്ചിൽ ശബ്ദം ഉണ്ടാക്കൂലോ രാത്രിയിൽ, അത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചത് അങ്ങേക്ക് ഓർമ്മയില്ലേ. എന്നിട്ട് ഭഗവാൻ നല്ല പേടിയാണേ. അപ്പോൾ അങ്ങനെ പേടി കൊണ്ട് ഞാൻ ഇങ്ങനെയല്ലേ കെട്ടിപ്പിടിച്ചത് എന്ന് പറഞ്ഞിട്ട് കുചേലൻ അങ്ങടെ കെട്ടിപ്പിടിച്ചു ഭഗവാൻ, ആലിംഗനം ചെയ്തു. കുചേലൻ ആകെ ഞെട്ടി വിറച്ചു പോയിട്ടോ. അദ്ദേഹത്തിന് സങ്കടമാണോ സന്തോഷമാണോ എന്താ തോന്നണേന്ന് അറിയില്ല. അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഭഗവാൻ കുചേലനെ. പിന്നെ പരിഭവം പറച്ചിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്താ ഇത്രയും കാലം എന്നെ കാണാനായിട്ട് വരാതിരുന്നത് എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പോൾ കുചേലൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഭഗവാൻ സത്യകാമേല, അതായത് അങ്ങ് സത്യത്തെ കാമിക്കുന്നവനാണ്, അങ്ങയുടെ ആഗ്രഹപ്രകാരമാണ്, നിശ്ചയപ്രകാരമാണ് ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത്. അങ്ങ് കൂട്ടുകാരനാകണം എന്ന് അങ്ങ് തന്നെ വിചാരിച്ചു, അതേപോലെയായി. ഒരുമിച്ച് ഗുരുകുലത്തിലെ വിദ്യ അഭ്യസിക്കണമെന്നും അതേപോലെ തന്നെ ഗുരുദക്ഷിണയായിട്ട് എൻ്റെ കൂടെ ദക്ഷിണയായിട്ടാണ് ഗുരുദക്ഷിണ സമർപ്പിച്ചത്. ഇതൊക്കെ അങ്ങയുടെ നിശ്ചയപ്രകാരമായിരുന്നു, അതേപോലെ തന്നെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, പരിണയമൊക്കെ കഴിഞ്ഞില്ലേ, അങ്ങേക്ക് യോജിച്ച ജീവിത പങ്കാളിയെ തന്നെയല്ലേ ലഭിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയില്ലേ, ഇനി സന്തോഷമായിട്ട് പട്ടിണി കിടന്നിട്ടല്ലേ ജീവിക്കുന്നത് അടുത്തത് ചോദിക്കാൻ വരുന്നത്. അപ്പോഴേക്കും ഭഗവാൻ പ്ലേറ്റ് മാറ്റി കേട്ടോ, അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. അപ്പോഴും സുധാമാവ് കുചേലൻ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, എല്ലാം അങ്ങയുടെ നിശ്ചയം പോലെ തന്നെയാണ് സംഭവിക്കുന്നത്, എനിക്ക് യോജിച്ച ജീവിത പങ്കാളിയെ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്, അതും അങ്ങയുടെ ഇഷ്ടമാണെന്നും എനിക്ക് കുട്ടികൾ ഉണ്ടാകണമെന്നും അവരോട് കൂടി ഞാൻ ഇങ്ങനെ പട്ടിണിയായിട്ട് ജീവിക്കണമെന്നും എന്നിട്ട് അങ്ങയെ കാണാനായിട്ട് ഞാൻ വരണമെന്നും എല്ലാം അങ്ങയുടെ നിശ്ചയം തന്നെയായിരുന്നു, അതേപോലെ ഞാൻ ചെയ്യുകയും ചെയ്യാണ് എന്ന് സുധാമാവ് പറഞ്ഞു.
അപ്പൊ പിന്നെയും ഭഗവാൻ വേറെ വേറെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്ന് ഗുരുനാഥൻ നമ്മളെ അനുഗ്രഹിച്ചത് ഓർമ്മയില്ലേന്ന്. അതായത് നിങ്ങളുടെ തലയിൽ വിറക് കെട്ടൊന്നുമല്ല വേണ്ടത്, വേണ്ട വിദ്യ വേണ്ട സമയത്ത് തോന്നണം എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചില്ലേ, അത് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ചോദിക്കുക, അല്ല എന്നെ കാണാനായിട്ട് വരുമ്പോൾ എനിക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്, എന്ത് സമ്മാനമാണ് കൊണ്ടുവന്നിരിക്കണത് എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും പിന്നെയും പരിഭ്രമമായി കുചേലനെ. കാരണം തൻ്റെ കയ്യിലുള്ള അവിൽപ്പൊതി ഇനി ഭഗവാന് കൊടുക്കില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള രാജാക്കന്മാർ എന്തൊക്കെ സമ്മാനങ്ങളെ കൊടുത്തിരിക്കണല്ലേ, അതൊക്കെ കണ്ടപ്പോഴാണ് അദ്ദേഹം തീരുമാനിച്ചത് ഇനി ഇത് ഭഗവാന് കൊടുക്കില്ല, അതെനിക്കത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് പിടിക്കില്ലേ, അതേപോലെ പിടിക്കുകയാണ്. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും അത് ഭക്തിയോട് കൂടിയിട്ട് എനിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് പത്രം പുഷ്പം ഫലം തോയം അങ്ങനെയാണ് പറയുന്നത്. ഈ പത്രം എന്ന് പറയുന്നത് ഇല, അത് പാഞ്ചാലിയുടെ ഇല, ചീരയുടെ ഇല കഥ നമ്മൾ പറഞ്ഞിട്ടില്ലേ. അതെന്താ ഉള്ളത്, ഒരു ചെറിയ ചീരയുടെ ഇലക്കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഭക്തിയോടെ കൂടെ സമർപ്പിച്ചപ്പോൾ ഭഗവാൻ അത് ഓടി വന്നിട്ട് സ്വീകരിച്ചു. അതേപോലെ തന്നെ പുഷ്പം, ഗജേന്ദ്രന്റെ പൂവ്, ഗജേന്ദ്രൻ താമര അർപ്പിച്ചില്ലേ, അതാണ് പറയണത്. പിന്നെ ഫലം, ശബരി കടിച്ചിട്ട് കൊടുത്തുല്ലോ ശ്രീരാമനെ, അത് നല്ലതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്, മധുരമുള്ളതാണോ കുഴപ്പമൊന്നും ഇല്ലാത്തതാണോ എന്ന് പരിശോധിച്ചിട്ടല്ലേ കൊടുത്തത്. അപ്പോൾ അത് കടിച്ചതാണെങ്കിൽ കൂടെ അതിൽ ഭക്തി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭഗവാൻ അത് സ്വീകരിച്ചു. പിന്നെ പറയുന്നത് തോയം, അതായത് രന്തീദേവന്റെ, അതായത് അദ്ദേഹം വെള്ളം കുടിക്കാനായിട്ട് നിന്നപ്പോൾ ഓരോരുത്തരായിട്ട് ചോദിച്ചിട്ട് വരിക. അപ്പൊ അദ്ദേഹം കുടിക്കാൻ എടുത്തു വെച്ച വെള്ളം പോലെ അവസാനം ആ ഒരു ചണ്ടാളന്റെ ആ നായ്ക്കൾക്ക് കൊടുത്തു എന്നാണ് പറയണത്. അങ്ങനെ അതാണ് പറയണത്, ആ ഒരു പത്രം പുഷ്പം ഫലം തോയം, ഇതിൽ ഏതാണെങ്കിലും നമ്മൾ ഭക്തിയോട് കൂടിയിട്ട് മനസ്സിൽ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ അത് സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കുന്നതാണ് പറയണത്. അപ്പൊ എന്താണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും എനിക്ക് കൊണ്ടുവന്നത് എനിക്ക് തരൂ, എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കില്ല എന്ന് കുചേലന്റെ അടുത്ത് പറയാണ്. അപ്പൊ കുചേലനാണെങ്കിൽ ഈ അവിൽക്കിഴി ഉണ്ടല്ലോ അതിങ്ങനെ മുറുക്കെ പിടിച്ചിട്ടിരിക്കുക. അങ്ങനെ കുചേലൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ അവിൽ പൊതി ഭഗവാൻ തട്ടിപ്പറിച്ചെടുത്തിട്ടാണ് അതിൽ നിന്ന് ഒരു പിടി അവില് വാരിയെടുത്തിട്ട് കഴിക്കുന്നത്. ആഹാ, നല്ല രസികൻ അവിൽ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ കഴിക്കുന്നത്. രുക്മിണി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവിൽ ഉണ്ടാക്കി തരണമെന്ന്, നോക്കൂ എൻ്റെ ഭക്തന് അത് കണ്ടറിഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് സ്വാദോട് കൂടി കഴിക്കുകയാണ്. അങ്ങനെ അടുത്ത പിടി വരുന്ന സമയത്ത് രുക്മിണി വന്നിട്ട് കൈ പിടിച്ചു. അതെ, അങ്ങേക്ക് മാത്രം ഇത് കഴിച്ചാൽ മതിയോ, ഇത്ര സ്വാദുള്ളത് ഞങ്ങൾക്ക് അറിയണ്ടേ എന്ന് പറഞ്ഞിട്ട് ബാക്കി അവിടെ വന്ന എല്ലാവരും എടുത്തി ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് നോക്കി നിൽക്കുക. ആ ഒരു 4 പിടി അവിലേ ഉള്ളൂ കേട്ടോ, അതിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. ബാക്കിയുള്ളത് നമുക്ക് പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചോളൂന്ന് ഭഗവാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു പിടി അവിലിൽ തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഭഗവാൻ ഈ കുചേലനെ അനുഗ്രഹിച്ച് നൽകി. യഥാർത്ഥത്തിൽ രണ്ടാമത്തെ പിടി പിടിച്ചപ്പോൾ രുക്മിണി ദേവി തടഞ്ഞത്, ഇനി ഞാൻ അവിടുത്തെ കുചേലന്റെ പത്നിയുടെ പണിക്കാരത്തി ആവേണ്ടി വരും എന്ന് പറഞ്ഞാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മൾ കഥ പറയുന്നവരുടെ ചിന്താഗതിക്ക് അനുസരിച്ചാണ് ആ സന്ദർഭങ്ങളിൽ അതിന്റെ ഭാവങ്ങളൊക്കെ മാറുന്നത്. ഇപ്പോൾ ഇടുങ്ങിയ ചിന്താഗതിക്കാരുണ്ടായിരിക്കും, വിശാലമായിട്ടുള്ള ചിന്താഗതിക്കാരുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു പിടി അവിൽ കഴിച്ചപ്പോൾ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും നൽകി, എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ചു. അപ്പൊ അടുത്ത പിടി അവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സൗഭാഗ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്. ആ ഇരുന്ന ഇരിപ്പിൽ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ആ അടുത്ത പിടി പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് രുക്മിണി ദേവി അവിടെ തടഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ പത്നി അവിടെ കാത്തിരിക്കുകയാണല്ലോ, അവർക്ക് സന്തോഷത്തോട് കൂടിയിട്ട് ഒരുമിച്ച് ജീവിക്കണ്ടേ, ഇപ്പൊ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു പിടി, ആ ഒരു കൈ തടഞ്ഞത് എന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെ അദ്ദേഹം തിരികെ അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് പോയി. ഭഗവാൻ അവിടെ കുടിലുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു മണിമാളിക തന്നെയാണ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും കുചേലന് യാതൊരുവിധ മാറ്റവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭഗവാനെ തന്നെ സേവിച്ചുകൊണ്ടാണ്, ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് 1008 നമസ്കാരം ചെയ്തിരുന്നത് 10,008ആയി. 1008 ഗായത്രി ജപിച്ചിരുന്നത് 10,008ആയി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ദാനധർമ്മങ്ങൾ അദ്ദേഹം കൂടുതൽ കൂടുതൽ ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് കൂടുതൽ ഭക്തി ഉണ്ടാകണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം. ഏത് ജന്മം ജനിച്ചാലും, എത്ര ജന്മം എനിക്കുണ്ടെങ്കിലും അതിലെല്ലാം ഈ ഭാവങ്ങൾ, ഈ ഒരു അനുഗ്രഹം ഭഗവാൻ എനിക്ക് നൽകണേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അതാണ് കുചേലൻ്റെയും ഭഗവാന്റെയും ആ ഒരു സൗഹൃദത്തിൻ്റെ, ആ ഒരു ഭക്തിയുടെ കഥ. അപ്പോൾ സൗഹൃദ ബന്ധത്തിൻ്റെ ആഴത്തിൻ്റെ കഥ പറയുന്ന കുചേല ദിനത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നൽകാൻ കേട്ടോ. പിന്നെ ഇന്ന് പ്രദോഷവും കൂടിയാണ്. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതോടൊപ്പം തന്നെ മഹാദേവനെയും ഭജിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ പ്രദോഷവും എല്ലാവരും നോറ്റിട്ടുണ്ട്, സാധിക്കുന്നവരൊക്കെ നോറ്റിട്ടുണ്ടെന്ന് തന്നെ കരുതുകയാണ്. അപ്പോൾ മഹാദേവൻ്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലെ തന്നെ
അവിൽ സമർപ്പിക്കുന്ന പോലെ തന്നെ മഹാദേവൻ്റെയും ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. മഹാദേവനെ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ കൂവളമാല കൂവളത്തിലേക്ക് സമർപ്പിച്ചോളൂ. പ്രദോഷം പൂർണ്ണമായിട്ട് നന്നായി നോറ്റോളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഇനി വീഡിയോയുടെ അഭിപ്രായങ്ങൾ, ഈ കഥയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ കേട്ടോ. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുവിധം നന്നായി പറയാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി പുതിയ വിശേഷങ്ങളും അതേപോലെ തന്നെ അലങ്കാരവും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.